ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. എപ്പോഴത്തെ പോലെ നമ്മുടെ ഗ്യാപ്പിന് ശേഷമുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി ആണ്. വേറെ ആരുടെ കുറച്ച് ഗ്യാപ്പ് എന്ന് പറയാനൊന്നുമില്ല. കഴിഞ്ഞ ഈ മാസമായിരുന്നു പറഞ്ഞ സെലിബ്രേഷൻ. ഗ്യാപ്പ് മീൻസ് വെഡിങ് ആനിവേഴ്സറി കുറച്ച് 3 മാസത്തെ ഗ്യാപ്പ് കൊടുത്തതോടുകൂടി വെഡിങ് ആനിവേഴ്സറി അതിന്റെ പാവുന്നില്ല. ഒരു വെഡിങ് ആനിവേഴ്സറി കൂടി വരാറുണ്ട്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്? 27ാമത്തെ വെഡിങ് ആനിവേഴ്സറി. സിൽവർ കഴിഞ്ഞു, 25 സിൽവർ, ഗോൾഡൻ. അപ്പൊ സിൽവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എനിക്ക് എൻ്റെ പിറന്നാൾ എന്താണെന്നും കൂടെ അറിയില്ല. ഞാൻ എൻ്റെ പിറന്നാൾ മുൻകൂട്ടി ചോദിച്ചു വെക്കും. അങ്ങനെയാണ്. എനിക്ക് ഇവിടെ ആരുടെയും പിറന്നാൾ, ആകെ അമ്മയുടെ പിറന്നാൾ എനിക്ക് അറിയാവുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഓണത്തിന്റെ മൂലാണ് നമ്മുടെ നാള്. അപ്പൊ മൂലക്കൾ ഇടുമ്പോ അതെനിക്കൊരു ഓർമ്മയാണ്. മൂലത്തിന്റെ നമ്മുടെ പിറന്നാളാണ്. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഞാനൊരു മണ്ടത്തിൽ എന്റെ എങ്ങനെ അറിയാവുന്നതുകൊണ്ട് എന്റെ അവനെന്നെ വിളിച്ചു പറഞ്ഞിട്ട് നീ ഇന്ന് വരുന്നില്ലേ? അപ്പൊ അച്ഛൻ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു. ഞാൻ ഇവളോടും പറഞ്ഞു, അച്ഛൻ പതിവില്ലാണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, ശനിയാഴ്ച വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ഒഫീഷ്യലായിട്ട് അങ്ങനെ വിളിക്കല് വളരെ കുറവാണ്. എന്തായാലും വായോ അപ്പൊ എന്ത് തോന്നിയാവോ. പക്ഷെ ആക്ച്വലി ഇതായിരുന്നു. അവര് പിറന്നാളായാലും വെഡിങ് ആനിവേഴ്സറി ആയാലും അവരെന്നെ വിളിച്ച് പറയില്ല കേട്ടോ. ചിലപ്പോൾ എനിക്കതൊരു ഇതാവണ്ടെന്നൊക്കെ വെച്ചിട്ട് എനിക്ക് എന്നോട് പറയില്ല. ഞാനത് കണ്ടെത്താറാണ് പതിവ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. അതെ, 6:30 ആയിട്ടുണ്ട്. നമ്മൾക്ക് ഞാൻ കുറെ പരിപാടികൾ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ പിറന്നാള് ഇത് എന്താ പറയാ, മുൻകൂട്ടി ഡേറ്റ് അറിയാത്തത് കൊണ്ട് തന്നെ ഇന്ന് നമ്മള് കുറച്ചധികം സമയം കിട്ടുകൊണ്ട് തന്നെ രാത്രി കഴിച്ചു. പിന്നെ നമുക്ക് അച്ഛനമ്മയ്ക്കും എന്തെങ്കിലും സാധനം മേടിക്കാമല്ലോ. അപ്പൊ പോണ വഴിക്ക് അത് മേടിക്കണം, ഗിഫ്റ്റ് മേടിക്കണം. പിന്നെ ഓൾറെഡി ഞങ്ങള് ഇന്നത്തെ ദിവസം ഞങ്ങള് സിനിമയ്ക്ക് പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഷോ ടൈം വരുന്നത് 11:30, അതായത് 12 മണിയാണ്. അപ്പൊ അവിടെ പോയിട്ട് ഒന്നാമത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവരെ കൊണ്ടുപോകേണ്ട ശരിയാവില്ല. ലീനമ്മയുണ്ട്. പക്ഷെ ലീനമ്മയ്ക്കും സിജമ്മയ്ക്കും പിറ്റേ ദിവസം തിങ്കളാഴ്ച ജോലിക്ക് പോകേണ്ടതാണ്. നമ്മളൊരു 3:30-4 മണി എന്തായാലും വീടെത്തുമ്പോൾ സിനിമ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞു അമ്മനോട്, സിനിമയ്ക്ക് പോവാൻ ഇത്ര മണിക്കാണ് പെർമിഷൻ ചോദിച്ചു. ടിക്കറ്റ് എടുക്കണമല്ലോ. ലോകയ്ക്കാണ്, ഞാനെപ്പോഴും മഹാന്നാ പറയാ, ലോകയ്ക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഗൈസ് അവിടെ ഗ്രാൻഡ്. അപ്പൊ നമ്മള് വരുന്നതൊക്കെ അവർക്ക് അറിയാം. അവിടെ ഫുഡൊക്കെ പ്രിപ്പയർഡ് ആണ്. ഫുഡ് അവിടെ എന്തായിരിക്കും ഫുഡ്? പൊറോട്ട, പൊറോട്ട. അമ്മച്ചി അച്ഛനമ്മ ചിക്കൻ കറി വെക്കാന്ന്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നതേ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചത് ചെല്ലണത്. പക്ഷെ സിനിമയുടെ ഒരു കാര്യം വന്നുകൊണ്ട് വിളിച്ച് പറയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങട്ടെ. നമുക്ക് നമ്മുടെ കണ്ടന്റ് സിജിയുടെ വെഡിങ് ആനിവേഴ്സറി ഗ്രാൻഡ് ആഘോഷമാക്കാം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയ സമയത്താണ് കേട്ടോ പോകാൻ നിൽക്കണേ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും നമ്മൾ ഇറങ്ങാൻ നിൽക്കണ നേരം എന്ന് പറയണത്. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്ത് ഗിഫ്റ്റ് മേടിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു അച്ഛന് ഞാൻ ചെരുപ്പോ അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഒരു തരി പോലും ഓർമ്മ ഉണ്ടാവാറില്ല കേട്ടോ. ആകെ ഓർമ്മയുള്ളത് അമ്മയുടെ പിറന്നാൾ ഓർമ്മയുണ്ടാവും. പിന്നെ എനിക്ക് എൻ്റെ പിറന്നാൾ എനിക്ക് എന്താണെന്ന് അറിയില്ല. എൻ്റെ മക്കളുടെ 2 പേരുടെ പിറന്നാളും, അമ്മയുടെയും എൻ്റെ മക്കളുടെ 2 പേരുടെ പിറന്നാളും മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓണത്തിന് മുമ്പ്, അതായത് കാറ് മേടിക്കുന്നേക്കാൾ മുമ്പ്, ഓണത്തിന് മുമ്പാണ് അമ്മയുടെ പിറന്നാൾ വരുന്നത്. സോറി, അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്? 27ാമത്തെ വെഡിങ് ആനിവേഴ്സറി എങ്ങാണെന്നാണ് ഞാൻ പൊട്ടത്തരം പറഞ്ഞത്. 29ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ 1-2 പ്രാവശ്യം മണ്ഡലിൽ സാരി എടുക്കാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അപ്പം എപ്പോഴും സാരി, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മാക്സി കുറേ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഡെയിലി യൂസ് സാരിയാണല്ലോ. അപ്പോൾ സാരി തന്നെ എന്തായാലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ അങ്ങനെ സംഭവം കൊടുക്കുക. ഇപ്പോഴെനിക്ക് അമ്മയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്ത് മേടിച്ചു കൊടുത്താലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിതേ അമ്മ പറയുള്ളൂ കേട്ടോ. മെറ്റീരിയലിന്റെ കമ്പയ്ക്ക് നല്ല കംഫർട്ട്.
ഒരു ഗുമ്മില്ലടത്. ഇതൊരു പഴയ ഡിസൈനാണ്. അപ്പോൾ നമ്മൾ എൻ്റെ സാരി ഞാൻ ഫിക്സ് ചെയ്തു കേട്ടോ. ആ ഒരു സാരി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലേ, ആ ഫിക്സ് ചെയ്ത സാരി ഞാൻ കാണിച്ചില്ലല്ലേ. അതിൻ്റെ ഇടയിൽ പാറുമോൾ ക്യാമറ കണ്ട് കുറേ കാര്യങ്ങളും കോപ്രായങ്ങളും കാണിക്കുകയാണ്. പക്ഷേ അവൾക്ക് വേണ്ടി ശരിക്കും ക്യാമറ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഒന്നും അവൾ ചെയ്യില്ല കേട്ടോ. എനിക്ക് തോന്നി അമ്മയുടെ കയ്യിൽ എല്ലാ കളർ സാരി എടുത്തു, പിന്നെ എന്തൊട്ടാ മേടിക്കുക. എനിക്ക് നല്ല നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസ്, മീൻസ് അമ്മയ്ക്ക് ഗോൾഡ്, അച്ഛനമ്മയ്ക്കും ഗോൾഡൊക്കെ മേടിച്ച് കൊടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ളൊരു ബഡ്ജറ്റ് കയ്യിലുണ്ടായില്ല. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഞാൻ അവർക്ക് മേടിച്ച് കൊടുക്കുകയുള്ളായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം പിന്നെ സ്വർണത്തിൻ്റെ വില കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. അറ്റ് ലാസ്റ്റ് ഈ ഒരു സാരിയാണ് ഞാൻ എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് ഈ കളർ എനിക്കിഷ്ടമാണെന്നറിയാം. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ കീത്തും അച്ഛനമ്മയ്ക്കും ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാരി, ഈ ഒരു റെഡ് കളർ സാരിയാണ് കീത്തു അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചത് കേട്ടോ. അപ്പോൾ പിള്ളേർ ഇവിടെ നല്ല കളിയിലാണ്. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ 2 കൂട്ടരുടെയും വക സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിതേ കാറിലേക്ക് പോവാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ വക കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഞങ്ങളോട് സഞ്ജു മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൻ 2 ദിവസം മുമ്പാണ് ഓണത്തിൻ്റെ കോടി എടുത്ത് കൊടുത്തത്, അച്ഛനും അമ്മയ്ക്കും ഓണക്കോടി എടുത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അവനോട് വെഡിങ് ആനിവേഴ്സറി ഒരു ഗിഫ്റ്റ് മേടിക്കണ്ട, കേക്ക് മേടിക്കാടാ നീ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വക കേക്കും ഞങ്ങളുടെ വക സാരി ആയിരുന്നു കേട്ടോ, സാരി ഷർട്ടും. ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ കാണില്ലേ, നല്ല വ്യത്യാസമില്ലേ? അമ്മ പറഞ്ഞത് ഹലോ അമ്മ ഞാൻ ക്ഷണിച്ചു. എന്താ പറയാ? കാശി ആന്റീനെ കണ്ടില്ലേ? അവളോ വേണല്ലേ? എനിക്കത്ര വേണ്ട. തല്ലൂടി അവനല്ലേ മതിയാ മതിയാ സിലിക്കിന്റെ നേരെ നമ്മൾ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ഫുഡ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു, ചപ്പാത്തിയും ചിക്കനും. ഏട്ടന് നല്ല വിശപ്പുണ്ട്. പിന്നെ ഇപ്പോൾ കട്ട ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് വാരി വലിച്ചൊന്നും തിന്നില്ല. ചോറ് ഒരുപാട് കട്ട് ചെയ്തു, സ്വീറ്റ് കുറേ ഏട്ടൻ ഒഴിവാക്കി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്യുന്നുണ്ട്. എനിക്കതുപോലെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ കൊതി എന്നെ സമ്മതിക്കുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിള്ളേരും എല്ലാവരും കൂടി ഇങ്ങനെ അലമ്പാക്കിക്കൊണ്ടിരിക്കുക. ആ സഞ്ചിയിൽ കാശിക്കൂട്ടൻ്റെ ടോയ്സൊക്കെ ഇരിക്കുന്ന സഞ്ചിയാണ് കേട്ടോ. അതിൽ അമ്മയും അച്ഛനും സഞ്ചിയൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് ടോയ്സ് ഉണ്ട്. സഞ്ചി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ, മിനി സാധനങ്ങൾ മേടിക്കും. അങ്ങനെ പൂരപ്പറമ്പ് ഇത് അങ്ങനെയൊക്കെ മേടിക്കുന്ന സാധനം. അങ്ങനെ
അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഈ ഒരു JCB. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ചിക്കൻ കറി ഇഷ്ടമായില്ല. സാധാരണ സക്സസ് ആവാറുണ്ട്, പക്ഷേ എനിക്കെന്തോ ചിക്കൻ കറി അന്ന് ഇഷ്ടമായിട്ടുണ്ടായില്ല. അപ്പോൾ കീത്തു ഇങ്ങനെ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറി, എന്തോ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ പറഞ്ഞ മല്ലിപ്പൊടിയുടെ ഒരു ചെറിയൊരു കുത്തുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞങ്ങൾ ആദ്യം പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛനമ്മയ്ക്കൊക്കെ ആണെങ്കിലും സിനിമയ്ക്ക് പോവാന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അച്ഛനമ്മയും പ്രോപ്പറായിട്ട് ഇങ്ങനെ സിനിമയ്ക്ക് പോയി തുടങ്ങിയത്. അതിനു മുമ്പ് എനിക്ക് ഓർമ്മയും കൂടി ഇല്ല ഞങ്ങൾ സിനിമയ്ക്ക് പോയത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അവർക്ക് ഇങ്ങനത്തെ സന്തോഷങ്ങൾ കൊടുക്കുമ്പോൾ. അപ്പോൾ 11:45 സിനിമ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അവർക്ക് പതുക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോണത്. അപ്പോഴത്തേനും സഞ്ചപ്പം പുറത്ത് പോയിട്ട് പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെറോട്ടയും ചിക്കനാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് നടക്കുകയാണ് അവിടെ. TV-യിൽ ഇതേ വലിയ കാര്യത്തിൽ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമുക്ക് പിള്ളേരെ കരച്ചിലും വിളിയും കേൾക്കാം. ജീന അയ്യോ ആരാ കിടക്കേ കാശില് നീ ആദ്യം പറഞ്ഞില്ലല്ലോ മാറ്റാൻ. നീ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനല്ല പറഞ്ഞത്. ആദ്യം നീ മാറ്റാന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് കൂടുതലാണ്. അവന്റെ അങ്ങനെ ചാന്തു കീത്തു നിന്റെ അമ്മ വന്നിരിക്കുന്നു. ഹായ് കേറുക, അകത്തേക്ക് കേറുക. ചുണ്ടരി അപ്പൊ എന്നിട്ട് കഴിച്ചത് അച്ചമ്മയല്ല അമ്മാമ്മയുടെ എന്തിട്ടാണ് മമ്മ. അപ്പോൾ ദേ ഗൈസ് നമ്മൾ അമ്മനോട് അച്ഛനോട് വേഗം സാരി കൊടുക്കാൻ പറഞ്ഞു. അവർക്കറിയാം നമ്മൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബോറടിക്കുകയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഒരുപാട് സമയമുള്ള പോലെ സാധാരണ സിനിമയ്ക്കൊക്കെ പോകുമ്പോഴും ഞങ്ങൾ മൂട്ടിൽ വാണം വിട്ട പോലെയാണ് പോകാറുള്ളത് കറക്റ്റ് സമയത്തിന് എത്താൻ വേണ്ടി. ഇതൊരുപാട് സമയമുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണ് പ്രശ്നം. അതേ കേക്ക് നമ്മൾ ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചുള്ളൂ കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ആരും കഴിക്കില്ല. പിന്നെ പണിക്കാട്ടിലും അങ്ങനെ ആരും കഴിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുഞ്ഞ് കേക്ക് മേടിച്ചത്. ഏട്ടൻ ഈ സ്വീറ്റ് അവോയ്ഡ് ചെയ്തേ പിന്നെ നമുക്ക് എന്താ കേക്കൊന്നും ചിലവാവണില്ല. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അച്ഛ അമ്മ. ഇത് നമുക്ക് കറക്റ്റായിട്ട് ഏട്ടന് ഇയർ അറിയാത്തതുകൊണ്ട് ഗിയർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ എല്ലാവരെയും വാരി വലിച്ച് നിർത്താണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇവർക്ക് 2 പേർക്കും മാത്രമായിട്ട് നിന്ന് കേക്ക് കട്ട് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൂടെ കുട്ടിയായി. പിന്നെ പാറുവിനെ നടുക്കി നിർത്തി. പിന്നെ കുട്ടികളല്ലേ, അപ്പോൾ എല്ലാ കുട്ടികളെയും നടുക്കി നിർത്തി. ആക്ച്വലി കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തി ഇവർക്ക് കിട്ടാറില്ല എന്നതാണ് വാസ്തവം. അത് ഇവരുടെ കാര്യം മാത്രമല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് പിള്ളേർ
പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇവന്മാരാണെങ്കിൽ കേക്ക് കൊതിയന്മാരാണ്. കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയാട്ടെ ഇവർ കേക്കിൽ തന്നെ. കാരണം ഇവർക്കത് കേക്കെന്ന് പറയുന്നതൊക്കെ കൂടുതൽ ഇഷ്ടം ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയണതാണ് ഇഷ്ടം. കാരണം അവർക്ക് കുറച്ചും കൂടെ സുപരിചിതം അതാണ്. ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ എത്രത്തോളം വെഡിങ് ആനിവേഴ്സറി, എത്ര പിറന്നാളൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും പിറന്നാളും ഇതേ പാറ്റേൺ ആയിരിക്കും. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, സിനിമ കാണാൻ പോകുന്നു, ഇതായിരിക്കും. അപ്പം ഞാൻ ദേ ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സെറ്റ് ചെയ്ത് നിൽക്കൂ, ഇനി നമുക്ക് കേക്ക് കട്ട്. അച്ഛൻ ചോദിക്കുക ഇതിൻ്റെ ക്യാമറ ഓണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അച്ഛൻ. അയ്യോ ഡോക്ടറെ കണ്ട വീഡിയോ നമ്പർ തന്നോടല്ലോ പറഞ്ഞത്. ഇത് പാറുമോളെ കൊടുക്ക് വാ. അച്ചാച്ചനെ മംഗലം വിളിക്കെടുത്തേക്ക്. പറയൂ പൊന്നു. പാറുട്ടാ പാറ കൊടുക്ക് കൊടുക്ക്. പിന്നെ ദേ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഗിഫ്റ്റുകൾ നോക്കുകയാണ്. ഇത് ചാന്തും സഞ്ജുവും കൂടെ ഓണത്തിന് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ടിഷ്യൂ ടൈപ്പ് സാരിയാണ്, നല്ല ആനച്ചന്തം തന്നെ വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സഞ്ജു ഒരു റെഡിമെയ്ഡ് ഷർട്ടും മുണ്ടും അച്ഛനെടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇത് രണ്ടും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മനോട് ചോദിക്കുമായിരുന്നു സാരി. കുറേ കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടുത്തിരിക്കുന്ന സാരി ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരി ഏകദേശമൊക്കെ സെയിമുള്ള പോലെ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്നും സാരി ഉടുക്കുന്ന ആൾക്കാർ എല്ലാ കളറും അവരുടെ കയ്യിലുണ്ടോ. ഇപ്പോൾ സീതമ്മയുടെ കയ്യിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഈശ്വരം അമ്മയുടെ കയ്യിൽ ഏത് സാരി ഇല്ലാത്തത്. കാരണം എല്ലാ കളേഴ്സും അമ്മയുടെ കയ്യിലുണ്ട്. പക്ഷെ എൻ്റെ അമ്മയ്ക്കും അവിടുത്തെ അമ്മയ്ക്കും എത്ര കിട്ടിയാലും കുഴപ്പമില്ല. സാരികളല്ലേ, പുത്തൻ ഡ്രസ്സല്ലേ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെയും ഞങ്ങളിങ്ങനെ പോസ്റ്റ് അടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിള്ളേരെയും കൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇവർ ഓട്ടവും ചാട്ടമായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ അവരെയും പിടിച്ചുകൊണ്ടിരിക്കണം. വീട്ടിലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെ കൂടിയാണ് പാറുക്കുട്ടൻ തിയേറ്ററിലേക്ക് വരുന്നത്. നമ്മൾ മെയിനായിട്ട് പോകുന്ന സിനിമ തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ കൊടുങ്ങല്ലൂർ 2-3 തിയേറ്ററുണ്ട്. അതേപോലെ ഇവിടെ തൃപ്പയാറ് 1-2 ഇപ്പോൾ ഇവർ 2 പേരില്ല കേട്ടോ. ഇവർ തലേ ദിവസം സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം സിനിമയ്ക്ക് പോകുന്ന കാര്യം ഇവർക്ക് അറിയില്ലല്ലോ, ബിക്കോസ് എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതേ അച്ചാച്ചനും പാറു തോന്നുന്നു കാലങ്ങൾക്ക് ശേഷമാണ് 2 വീലറും ഇരുന്നിട്ട് ഇങ്ങനെ രാത്രിയൊക്കെ പോകണത്. അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് അവൾക്ക് ഉണ്ട് കേട്ടോ.
പിന്നെ കുറച്ച് നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഈ ഒരു 12 മണി നേരത്തൊക്കെ ആരാ എന്താ ഇങ്ങനെയൊക്കെയായിരുന്നു. ഈ കാണുന്ന കാറുകൾ ഫുള്ള് ലോക കാണാൻ വേണ്ടിയിട്ടായിരുന്നു, ലോക സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അയ്യോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിന് മുമ്പ് കണ്ട സിനിമയിലേക്ക് നമുക്ക് അതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇത് റിലീസായിട്ട് 3-ാമത്തെ ദിവസം കണ്ടാണ് കേട്ടോ നമ്മൾ പോയിട്ട് സിനിമ കണ്ടത്. ഇഷ്ടം പോലെ ജനങ്ങളായിരുന്നു. ഇവിടുത്തെ തിയേറ്റർ ഫുള്ളും ലോക കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു ഫാനാണ്, പാറിനോട് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് വർത്താനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളിത് നെക്സ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ ഇപ്പോൾ 12 മണി നേരം ആയതുകൊണ്ട് തന്നെ പിള്ളേരുടെ കാര്യം നമുക്ക് വലിയ സീനില്ല. കാരണം ഇവർ ഇപ്പം ഫ്ലാറ്റാവും, ഇപ്പം ബോധം കിട്ടും. ഇപ്പം അമ്മ ചോദിക്കുകയാണ് കുപ്പിയുടെ മൂടി എവിടെ അഞ്ചു. സിജിയമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. കുപ്പിയുടെ മൂടിയില്ലാണ്ട് വരിക, പാല് കളയുക, പിള്ളേരുടെ കാര്യം എന്തെങ്കിലും മറക്കുക, അതൊന്നും എൻ്റെ അമ്മ അക്സെപ്റ്റ് ചെയ്യത്തേയില്ല. അത് എത്ര പബ്ലിക്കിൻ്റെ മുമ്പിലാണെങ്കിലും വലിച്ച് കീറി ഒട്ടിക്കും. അത് എന്നെ ആയാലും കീത്തൂരായാലും സെയിമാണ്. നല്ല ചീത്ത പറയും കേട്ടോ അമ്മ. പിള്ളേരെ കാര്യത്തിലൊരു ശ്രദ്ധയില്ലാണ്ട് അവർ നടക്കണിങ്ങനെ അങ്ങനെയൊക്കെ പറയാം. എല്ലാ അമ്മമാരും നിങ്ങളെപ്പോലെ തന്നെ ഒരുപോലെയാണോ, ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ചീത്ത പറയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാത്തിരുന്ന നമ്മുടെ സിനിമ കാണാൻ വേണ്ടി പോവാണ്. ദ സൂപ്പർ ഹിറ്റ് ഫിലിം ലോക. അടിപൊളി സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. ഒരു 3 മണിക്കൂർ എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും, തുടരും കഴിഞ്ഞതിന് ശേഷം ഇത്രയും. പിന്നെ നമുക്ക് സുമതി വളവ് ഇഷ്ടമായിരുന്നു, ഒരു എൻ്റർടൈനിങ് ആയിരുന്നു. അത് പിന്നെ ഇഷ്ടപ്പെട്ട് കണ്ടൊരു എന്താ പറയുക രോമാഞ്ചിഫിക്കേഷനുള്ളൊരു സിനിമയായിരുന്നു. അങ്ങനെ നമ്മൾ 2 മണി നേരത്തെ ഇങ്ങനെ കിക്കടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സിനിമയും കഴിഞ്ഞു. ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും സ്പെഷ്യലാക്കി. നെക്സ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എവിടേക്കെങ്കിലും പോകണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് എന്തിവർക്കും ഒരു സ്പെഷ്യൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യാമല്ലോ. അതിന് മുമ്പ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാണ് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ, അത് വലിയൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കുണ്ടാവുന്ന രീതിയിൽ നമ്മുടെ അച്ഛനമ്മേനെയും നമ്മൾ സന്തോഷിപ്പിക്കുക. ബിക്കോസ് കർമ്മ എന്നൊരു സംഭവം അത് വളരെ സത്യമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ അച്ഛനമ്മേനെ സന്തോഷിപ്പിച്ചാൽ നാളെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കും. ബിക്കോസ് അവർ നമ്മളെ കണ്ടല്ലേ പഠിക്കണേ. ബൈ.